ആവേശം. ഓക്കെ, അപ്പോൾ ആവേശത്തിൻ്റെ റിവ്യൂ പറയാനാണ് വന്നത്. ഈ സിനിമ എനിക്ക് രോമാഞ്ചത്തിലെ ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളിത് മറ്റേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ കണ്ടിന് ഒരു 5 മിനിറ്റ് ഗ്യാപ്പിലെങ്ങാണ്ടാണ് ഈ സിനിമ അടുത്ത ഷോക്ക് കയറി കാണുന്നത്. ഒട്ടും നിരാശപ്പെടുത്തിയില്ല. എനിക്കൊരു എന്താ പറയുക, അത്ര വലിയ സംഭവമുള്ള പടമൊന്നും പറയാനില്ല, പക്ഷേ കണ്ടിരിക്കുന്ന സമയത്തൊരു എന്താണ് കൊടുത്ത പൈസ മുതലാക്കുന്നൊരു സിനിമ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് എന്താണ് ഒരു ഗാങ്സ്റ്റർ കോമഡി സ്റ്റോറി, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ ഫഹദ് സ്ഥിരം ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുള്ളി അതിൽ പൂണ്ട് വിളയാടാറാണ് പതിവ്. പുള്ളിക്ക് മാത്രം പറ്റുന്ന ഒരു വേഷമാണിത്. പിന്നെ പുള്ളി സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഗാങ്സ്റ്റർ എന്ന് പറയുമ്പോൾ സാധാരണ എങ്ങനെയാണ്, നല്ല തടി, ഒരു എന്താണ് ടഫ് ലുക്ക്, നല്ല ബോഡി. പക്ഷേ ഈ ഇത്രയും മെലിഞ്ഞിരിക്കുന്ന ഒരാൾ ഇല്ലേ, ഇത്രയും മെലിഞ്ഞിരിക്കുന്ന ആൾ എന്താണ് എല്ലാവരെയും പേടിപ്പെടുത്തുകയും ആ ഒരു എന്താണ് അയാൾ ഇടിച്ച ഒരുത്തൻ താഴെ വീഴുമെന്നൊരു മേക്ക് ബിലീഫ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് നിസ്സാര കാര്യമല്ലേ. അപ്പം ലാലേട്ടൻ പറയുന്ന പോലെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്നൊക്കെ പറയണ പോലെയാണ് പുള്ളിയുടെ ഒരു സംഭവം. പിന്നെ എന്താണ് ഇതിന് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു എന്താണ് സിനിമ ഒരു ബോറടിയിലോട്ട് പോകുന്നുണ്ട്. ഡൗൺ ആയി കഴിയുമ്പോൾ ഒരു ബോറടിയിലോട്ട് പോകുന്നുണ്ട് ഈ സിനിമ. പിന്നെ അവസാനമായി കഴിയുമ്പോൾ ബാലൻസ് ചെയ്യാനുണ്ട്. ഒരു ഇങ്ങനെ ഒരു ഗ്രാഫ് പോകണം, ഒരു ഇതിങ്ങനെ നിർത്തിയെടുത്ത് ഇങ്ങനെ പോയിട്ട് നേരെ ഇന്റർവെൽ ഒരു ഹൈ ആണ്. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഒരു ഇതാണ്. പിന്നെ അതിൻ്റെ ഇൻട്രോ ഈ അടുത്തിടെ ഇതേപോലെ ഇൻട്രോ ഞാൻ കണ്ടിട്ടില്ല. കാരണം എടുക്കാനും പറ്റില്ല, കാരണം ആ ഒരു റേഞ്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദിൻ്റെ ഒരു എന്താണ് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തു തന്നെ ഒരു സംഭവം ഇല്ലേ. എന്താണ് പുള്ളി ആരാണ്, അടുത്തതിലോട്ട് എന്താണ് പുള്ളിയുടെ പവർ എന്താണെന്ന് കാണിക്കണം. ഒറ്റ ആ ഒരു ആവേശം ടൈറ്റിൽ ചെയ്യണേക്ക് മുമ്പ് ആ സീനൊക്കെ കണ്ട് ആളുകൾ ഓഡിയൻസിനെയൊക്കെ ഒന്ന് പിടിച്ചിരുത്തുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെയൊക്കെ ചിരിക്കാമെന്നുണ്ട്. പിന്നെ ഇത് എല്ലാ ഓഡിയൻസിനും പറ്റിയൊരു സിനിമയാണെന്ന് തോന്നുന്നില്ല. അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രം പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആ ചൈൽഡ് ആർട്ടിസ്റ്റൊക്കെ അവന്മാരൊരു പുതുമുഖങ്ങളാണ്. അവരൊക്കെ ഒരു എന്താണ് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്താണ് ആൾക്കാരാണെന്നെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റാണ്. ഇപ്പം നസ്ലീനോ മറ്റേ മാത്യു ഒക്കെ അവരൊക്കെ പോലെയുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് കിട്ടിയാനേ എന്ന് തോന്നിയിട്ടുണ്ട്. ഇത് പുതുമുഖങ്ങളായതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. സിനിമ പോയി കാണുക.